കേരള രാഷ്ട്രീയത്തിൽ കുറേ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം ഏതാണ്ട് തീരുമാനത്തിലെത്തി എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ NCPയുടെ മന്ത്രിയെ സംബന്ധിച്ചുള്ള വിവാദമാണ് കുറേ കാലമായി രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. NCP കേരളത്തിൽ താരതമ്യേന ദുർബലമായ ഒരു പാർട്ടിയാണ് എങ്കിലും ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അവർക്ക് മന്ത്രിസഭയിൽ സ്ഥാനം നൽകിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാർ ഏകദേശം ഇനിയും 1.5 വർഷക്കാലം കൂടി മാത്രമേ അധികാരത്തിൽ ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായി 1.5 വർഷക്കാലത്തേക്ക് മന്ത്രിസഭയിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണയുള്ള ഒരു സംഭവമല്ല. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ധാരണയനുസരിച്ച് എല്ലാവർക്കും അറിയാം, ഒറ്റ കക്ഷികളൊക്കെ ഉൾപ്പെട്ടിരുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു MLA ഉള്ള കക്ഷികൾക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ KB ഗണേഷ് കുമാറും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി മന്ത്രിസഭയിൽ നിന്നല്ല പകരമായി വന്നിരിക്കുന്ന ഈ കടന്നപ്പള്ളി രാമചന്ദ്രനും. ഇവരൊക്കെ ഏക കക്ഷികളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ ധാരണയുടെ ഒരു ഫലമായിട്ടാണ് ഇവർക്ക് 2.5 വർഷം കഴിഞ്ഞപ്പോൾ മന്ത്രിസഭയിൽ പ്രവേശനം നൽകിയത്. അത് മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരമാണ്. അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി 2.5 വർഷം പൂർത്തിയാക്കി മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരു ഏകകക്ഷിയായിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസിന് സ്ഥാനം കൊടുത്തു. കടന്നപ്പള്ളി മന്ത്രിയായി. അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് ഏകാംഗമായിരുന്ന ആന്റണി രാജുവിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. അദ്ദേഹവും 2.5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷമാണ് കേരള കോൺഗ്രസ് B ഗ്രൂപ്പിൻ്റെ ഏകകക്ഷി MLA ആയിട്ടുള്ള ഈ KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. എന്നാൽ ഇപ്പോൾ NCPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NCPക്ക് 2 MLAമാരുണ്ട്. AK ശശീന്ദ്രനും കുട്ടനാടിലെ പ്രതിനിധീകരിക്കുന്ന ശ്രീ തോമസ് K തോമസും. ശ്രീ തോമസ് K തോമസ് താരതമ്യേന രാഷ്ട്രീയത്തിൽ ഒരു പൊതുമുഖമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുട്ടനാടിലെ മുൻ MLA ശ്രീ തോമസ് ചാണ്ടി നിര്യാതനായതിനു ശേഷമാണ്. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ യാദർച്ഛികമായി വന്ന ഒരാളാണ്. തോമസ് ചാണ്ടിയും ഏതാണ്ട് അങ്ങനെ തന്നെ വന്നതാണ്. അദ്ദേഹം കുവൈറ്റിൽ വലിയൊരു വ്യവസായിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി കേരളത്തിൽ വന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന്. അങ്ങനെ രാഷ്ട്രീയത്തിലിറങ്ങി അദ്ദേഹം കുട്ടനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ തോമസ് K തോമസ് അവിടെ നിന്ന് മത്സരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന രീതിയിൽ MLA ആവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ഈ കുറേ നാളുകളായി ഒരു മന്ത്രിസ്ഥാനം വേണം എന്ന അമിതമായ ആഗ്രഹം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം അതിന് അരയും തലയും മുറുക്കി കുറേ നാളുകളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വളരെ കൗതുകകരമായൊരു സംഗതിയുണ്ട്. NCP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ ഉത്ഭവം. നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ അധികാരനായിരുന്ന ശരത് പവാറിൻ്റെ നേതൃത്വത്തിലാണ് NCP എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായത്. എന്നാൽ മഹാരാഷ്ട്രയിൽ തന്നെ NCP 2ആയി പിളർന്നിരിക്കുകയാണ്. അതായത് ശരത് പവാറിൻ്റെ കുടുംബത്തിലെ അംഗമായ അജിത് പവാർ എന്ന് പറയുന്ന മറ്റൊരു നേതാവ് ഈ NCPയെ പിളർത്തി ഇപ്പോൾ അവിടെ BJPയുമായി ശിവസേനയുമായിട്ടുള്ള സഖ്യകക്ഷിയിൽ മഹാരാഷ്ട്രയിൽ മന്ത്രിയാണ്. അവർ ഏതാണ്ട് ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJPയോട് അനുഭാവമുള്ളവരായതുകൊണ്ട് ഈ പറയുന്ന ശിവസേനയിലെ ഒരു വിഭാഗവും BJPയും കൂടെ ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു കൗതുകകരമായ സംഗതി എന്ന് പറയുന്നത്, ഇവിടുത്തെ NCP ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തോടാണ് കൂറ് പ്രഖ്യാപിച്ചു നിൽക്കുന്നത്. ശരത് പവാർ വിഭാഗം ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തരായിട്ടുള്ള വിഭാഗമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ NCP ഇന്ത്യ മുന്നണി ഭാഗമാവുകയും, അതായത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു ഭാഗമായി കേരളത്തിന് പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള NCP ശരത് പവാറിൻ്റെ വിഭാഗം കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയിലാകുന്നു. ഇതാണ് ഇതിനകത്തെ കൗതുകം. പക്ഷേ ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്നതല്ല, ഡൽഹിയിലും ഹരിയാനയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലും ഹരിയാനയിലും പ്രധാന കക്ഷിയായി ഇപ്പോൾ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഹരിയാനയിലും ഡൽഹിയിലും
അല്പം ശക്തിയുള്ളതാണ്. എന്നാൽ കോൺഗ്രസുമായി അവർ സഖ്യത്തിലല്ല. ആ രണ്ട് സംസ്ഥാനങ്ങളിലും അവർ കോൺഗ്രസിനെതിരായി മത്സരിക്കുന്നു, ഏറ്റുമുട്ടുന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അത് പരാജയപ്പെട്ടു. അവർ നേരിട്ട് മത്സരിക്കുകയാണ്. ഡൽഹിയിലും അടുത്ത വർഷം ആദ്യം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ AAPയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധാരണയുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ തന്നെ ഉണ്ടായ ഒരു ധാരണയാണ്. ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് ഒരു പക്ഷേ തമ്മിൽ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. ഇവിടെയും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും CPMഉം CPIയും ഒക്കെയുള്ള കക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ CPMഉം CPIയും ഒക്കെ ഉള്ളത്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ സ്വഭാവം മാറുന്നു. കേരളത്തിൽ ശക്തമായി ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFഉം CPM നേതൃത്വം കൊടുക്കുന്ന LDFഉം തമ്മിലാണ്. അത് പരമ്പരാഗതമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഇന്ത്യയിലെ രാഷ്ട്രീയവുമായി അതിന് വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ ശരത് പവാറിൻ്റെ പാർട്ടിയിൽപ്പെട്ടതായിട്ടുള്ള തോമസ് കെ തോമസ് AK ശശീന്ദ്രന് പകരമായി മന്ത്രിയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കേരളത്തിലെ NCPയുടെ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നത് മുൻ മന്ത്രി എവിടെയായിരുന്ന ശ്രീമാൻ PC ചാക്കോയാണ്. അപ്പോൾ PC ചാക്കോയെയും ഈ പ്രശ്നം വളരെ കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് AK ശശീന്ദ്രനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അതുപോലെ തോമസ് കെ തോമസിനെയും തള്ളാനും കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയിലാണ്. ആകെ 2 MLAമാരേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി താരതമ്യേന കേരളത്തിൽ ദുർബലമാണ്. അപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഈ തർക്കം വന്നപ്പോൾ ഒരർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വളരെയേറെ അസ്വസ്ഥതയുണ്ടാക്കി. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളുടെ മന്ത്രികളെ നിശ്ചയിക്കുന്നത് അതാത് കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായി NCPയുടെ നേതൃത്വം പിണറായി വിജയനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ പ്രതിനിധി നാളെ മുതൽ തോമസ് കെ തോമസ് ആയിരിക്കും എന്ന് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അതിനിടയിലാണ് ഒരുപാട് ചർച്ചകൾ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞു, ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നാൽ ഒരുപക്ഷെ ഞാൻ MLA സ്ഥാനം കൂടി രാജിവെക്കും. അത് വലിയ പ്രതിസന്ധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഉള്ള ശേഷിയുള്ള അവസ്ഥയിലല്ല. അതിനുള്ള ആത്മവിശ്വാസം അവർക്കില്ല. കാരണം ജനങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ മന്ത്രിസഭ ഒരുപാട് അകന്നിരിക്കുന്നു. ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരിക എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ്. ഇപ്പോൾ തന്നെ 3 തെരഞ്ഞെടുപ്പുകൾ ഇനി നടക്കാൻ പോവുകയാണ്. ആലത്തൂര്, പാലക്കാട്, അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലം. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഒരു പ്രതിരോധത്തിലാണ്, വളരെ അസന്നിഗ്ധാവസ്ഥയിലാണ്. ജനങ്ങളിൽ നിന്ന് വളരെയേറെ രോഷം ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എപ്പോഴും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു വെല്ലുവിളിയാകാൻ പോവുകയാണ്. കൂട്ടത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ വിവാദമുണ്ടായിട്ടും കൊല്ലത്തെ ഒരു പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരിക്കുന്ന മുകേഷിനെ പോലും പല ആവർത്തി പല കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതിരിക്കുന്നത്. കാരണം കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPMൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരള രാഷ്ട്രീയം ഈ പിണറായി സർക്കാരിൻ്റെ 2ാം സർക്കാരിൻ്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുകയാണ്. മറ്റ് പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ നേരത്തെ ചർച്ച ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത അനുസരിച്ച് മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുകയും ആ സ്ഥാനത്ത് NCPയുടെ പ്രതിനിധിയായി തോമസ് കെ തോമസ് മന്ത്രിയാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ത് നേട്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള ചോദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അകത്തളങ്ങളിൽ ഇപ്പോൾ തന്നെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. കാര്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് NCPയിലെ മന്ത്രിമാറ്റം കൊണ്ട് വലിയ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്കിത് ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു പ്രക്രിയയായി അവസാനിപ്പിക്കേണ്ടി വരും. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന കൗതുകകരമായിട്ടുള്ള ഒരു മന്ത്രിമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്.
ഭാവിയിൽ എ കെ ശശീന്ദ്രൻ എന്തായിത്തീരും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും, തോമസ് കെ തോമസിൻ്റെ മന്ത്രി പദം അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കും, ഏത് തരത്തിൽ അദ്ദേഹം പിണറായി വിജയനുമായി സഹകരിച്ചു പോകുമെന്നൊക്കെ കാത്തിരിക്കണം. അതറിയുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വളരെ ജിജ്ഞാസയോടുകൂടിയാണ് ജീവിതത്തിൽ ആദ്യമായി മന്ത്രിസ്ഥാനം ഏൽക്കാൻ പോകുന്ന തോമസ് കെ തോമസിൻ്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹം വീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ താരതമ്യേന ദുർബലനായിട്ടുള്ള എ കെ ശശീന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും വളരെ കൗതുകത്തോടു കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്.